ഇതാ അപ്പോ നമ്മള് പാവ് ഭാജി ഉണ്ടാക്കണ്ട ഇതെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോ പിന്നെ ഇത് ഉണ്ടാക്കുന്നത് ഇന്ന് എൻ്റെ ചേച്ചിയാണ്. ഇതാ ഇവിടെ കിടക്കുന്നത്. ചേച്ചി ഉണ്ടാക്കുന്ന ഓളാണ് ഇതിന്റെ എക്സ്പെർട്ട്. അപ്പോ നമുക്ക് തുടങ്ങാം. ഇത് പാവ് ഭാജി ഉണ്ടാക്കേണ്ട ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചതാണ് ഉപ്പിട്ടിട്ട്. അത് ഉണ്ടാക്കേണ്ട കടലക്കപ്പൊടി. ഇത് മുക്കി പൊരിക്കാൻ പറ്റില്ല. അതിലെ മസാല ഇപ്പം പാവ് ഭാജിയിലേക്ക് ഉരുളക്കിഴങ്ങിലുള്ള മസാലയാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് വെളിച്ചെണ്ണ വെക്കണം അല്ലേ? ഇത് ചെയ്യുന്ന ആദ്യം ഇത് ചട്നിയില്ലേ? അപ്പൊ ഇത് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴറ്റാൻ വേണ്ടിയിട്ടുള്ള നിലക്കടലക്ക, കായ്മുളക്, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്. അപ്പൊ ഇത് നമുക്ക് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ വറുക്കണം തോന്നുന്നു അല്ലേ? കുറച്ച് വറുക്കണം, അധികം ബ്രൗൺ ആക്കണ്ട, വെള്ളം പറ്റില്ല. അടുത്തത് വെളുത്തുള്ളി. വെളുത്തുള്ളി ഒരു 8-10 അല്ലി വെളുത്തുള്ളി. നമ്മൾ എത്ര ഉണ്ടാക്കുന്നു അതിന് കണക്കായിട്ട്, നമ്മളിപ്പോ ഒരു 10 പാവ് ഉണ്ടാക്കും, അതിന് കണക്കായിട്ടുള്ള വെളുത്തുള്ളിയും ഇതിന്റെ ചട്നീന്റെ. നമ്മളിപ്പം 10 അല്ല ഉണ്ടാക്കുന്നത്, എത്ര ഉണ്ടാക്കുന്നത്? എത്ര കൊണ്ട് ഉണ്ടാക്കാം പാവ്? ഇതൊരു 10 പാവ് ഉണ്ടാക്കാം. 10 5-6 കൂടി അല്ലി വെളുത്തുള്ളി, ഒരു 10 വെളുത്തുള്ളി, ടേസ്റ്റിന് ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, കായ്മുളക് ഒരു 6 കായ്മുളക്. ഇത് 10 പാവ് ഭാജീന്റെ മസാലേന്റെ ഇതാണ്, ചട്നിയാണ് ഇത്. ഒന്നിച്ചിട്ടിട്ടും വറക്കാം, വേറെ വേറെയും വറക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് വറക്കാം. ഇത് പിന്നെ കുറേശ്ശെ ഉള്ളത് കൊണ്ട് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വറക്കേണ്ട ആവശ്യമില്ല, ഒന്നിച്ച് വറക്കും. നിലക്കടലക്ക അത് ആദ്യം വറുത്ത് നമ്മൾ വെച്ച്. നിലക്കടലക്ക ആദ്യം വറുത്തിട്ട് നമ്മള് തോല് കളഞ്ഞിട്ട് വെച്ചതാണ്. അപ്പൊ ഇത് വറക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വടാപ്പാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതില് ഒരു ഉള്ളി കുറച്ച് വാട്ടിയെടുക്കാനുണ്ട്. ഈ കൂട്ടിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അത് ആദ്യം എന്നാ ഉള്ളിട്ട് കൊടുക്കുന്നു? വലിയുള്ളി എത്രയും എടുത്തേ? ഒരു വലിയുള്ളിന്റെ പകുതി. അടുത്തത് വെളുത്തുള്ളി, ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്. ഇങ്ങക്ക് എരിവിന് ആവശ്യത്തിന് 2-3 പച്ചമുളക്. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് മഞ്ഞൾ പൊടി, ഉപ്പ്. പുഴുങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിന്, ഉരുളക്കിഴങ്ങിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ പോരെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കും. കുറേശ്ശെ ഉരുളക്കിഴങ്ങ് കുറേശ്ശെ ചേർത്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. മൊത്തോടാൻ കഴിയില്ല. നല്ല ഇത് തേച്ച് ഇതിനകത്ത് ചേർന്നിട്ട് കുറച്ച് വലിയ പാത്രത്തിലിട്ടിട്ട് മിക്സ് ആക്കുക. മല്ലിയില ചേർക്കുക ലാസ്റ്റ് അല്ലേ? കുറച്ച് മല്ലിയില ചേർക്കുക. ഇതൊന്ന് ചൂടാക്കുന്നത് കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതാക്കിയാ പോരെ? ഇതിനി കൈ കൊണ്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ ഉരുളയാക്കിയിട്ട് എടുക്കും. നമ്മൾ ഫസ്റ്റ് അത് ചട്നി അരച്ചെടുക്കാം. നിലക്കടലക്ക ചട്നി. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ 6 കായ്മുളക്, ഒരു 5-6 പീസ് കൊപ്പര അല്ലെങ്കിൽ തേങ്ങ, പിന്നെ ഒരു 3-4-5 അല്ലി വെളുത്തുള്ളി. പിന്നെ നിലക്കടലൊക്കെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചതാണ്. അത് കുറെ ടൈം എടുക്കും. അതുകൊണ്ട് ഒരു ചെറിയ പീസ്, ടേസ്റ്റിന് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ഉപ്പ്. ഇതിട്ടിട്ട് നമ്മൾ ചട്നി പൊടിച്ചെടുക്കും. വെള്ളം ഒഴിക്കൂല, വെള്ളം ഒഴിക്കാണ്ട് ഇത് പൊടിച്ചെടുക്കും. ഇത് നിലക്കടലക്കേൻ്റെ ചട്നി അരച്ചിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല റെഡ് കളർ കിട്ടും. നമ്മൾ സാധാ മുളക് പൊടി ഇട്ടുകൊണ്ട് കളർ അധികവും ഇല്ല. അപ്പോൾ ഒരു ചട്നി റെഡിയായി. ഇനി അടുത്ത ചട്നി പുതിന ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു പിടി പുതിന ഇല, 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ടേസ്റ്റിന് ഇഞ്ചി, ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ കുറച്ച് നമ്മൾ ഉപ്പ്, നാരങ്ങാനീര്. ഉപ്പ് കുറച്ചിടും, പിന്നെ നാരങ്ങാനീര് ഒഴിക്കും. കുരു നോക്കണം. അരമുറി നാരങ്ങാനീര്.
ഇത് അരച്ചു കൊണ്ടുവരാം. അപ്പൊ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ കടലക്കപ്പൊടി, കുറച്ച് പൊടിയുപ്പ്, ഒരു നുള്ളു മഞ്ഞൾ വേണമെന്നില്ല, ഒരു കളറിനും ഒരു ടേസ്റ്റിനും കുറച്ച് കാശ്മീർ ചില്ലി പൊടിയും. അപ്പൊ ഇത് കായപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാ ആക്കണം ഇത്. അപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. വടാപ്പാവ് ആക്കണ്ട മുക്കി പൊരിക്കേണ്ട സാധനമാണിത്. ഇത് നല്ലോണം കുഴച്ചെടുക്കാം. ചീനിച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വടയുണ്ടാക്കണ്ട. അപ്പോൾ ഇതാ എൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. വട ഉണ്ടാക്കേണ്ട വടൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കൂട്ടും റെഡി ആയിട്ടുണ്ട്. നമുക്ക് വട ചൂട എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വട ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നുകൂടി അടിയിടല്ലേ? വേണ്ട, അത് അടിയിൽ നമുക്ക് വലിയുള്ളത്. ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചത് കൊണ്ട് ഇത് അധികം ആവണ്ട. കടലക്കപ്പരിപ്പ് മാത്രം അല്ല, കടലക്കപ്പൊടി വേവേണ്ട ടൈം മാത്രമേ വേണ്ടുള്ളൂ. വേഗം എടുക്കാം. ഇതാണ് പാവ് ഭാജി ഉണ്ടാക്കേണ്ട ബന്ന്. ഇത് നമ്മളൊന്ന് കലമ്പലിട്ടിട്ട് വെണ്ണയോ പശുവിനെയോ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പാടിത് സെർവ് ചെയ്തിട്ട് അപ്പാട് കഴിക്കണം. അതാണ് ടേസ്റ്റ്. ഇത് ഈ വടാപ്പാവ് എന്ന് പറയുന്നത് ബോംബെയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ ഒരു ഫുഡാണിത്. ഞാൻ 37 വർഷം മുന്നേ ബോംബെ പോയാലോ ഞാൻ ഈ ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഈ വടാപ്പാവ്. ഇത് 2 കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിനി ഒരു ദിവസം ഉച്ചക്കൊന്നും ഭക്ഷണം കഴിക്കേണ്ടി വരില്ല. അത്രക്ക് നല്ല ഫുഡാണ്. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. അടിപൊളി.